അപ്പൊ ഒരു കഥ പറയാം. ഹലോ, എന്നാണ് വിശേഷം? ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു സുഖമാണോ? അപ്പോൾ വീട്ടിലിങ്ങനെ മടുപ്പടിച്ച് ബോറടിച്ച് എന്തെടുക്കണമെന്ന് അറിയാതെ ഇങ്ങിരുന്നപ്പോഴാണ് നമ്മുടെ തൊട്ടപ്പുറം അംഗൻവാടി ഉണ്ട്. അവിടെ പോയിരിക്കാൻ നേരത്തെ തന്നെ മനസ്സിലാവുമല്ലോ പിള്ളേരെ കളികളൊക്കെ കാണാനായിട്ട് നമുക്ക് ചിരി നമ്മുടെ ആ പാടെ മൂഡ് മാറും നമ്മളെ. അപ്പം എന്താണ് നേരെ ഇത് ഞാൻ പഠിച്ച അംഗൻവാടി തന്നെയാണ്. അപ്പം നേരെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയി അമ്മമാരെ കളിയൊക്കെ കണ്ടിരിക്കാൻ നേരം ഒരു ആശ്വാസമാവില്ല. അമ്മമാരെ കളിയൊക്കെ കണ്ടിട്ട് പിള്ളേരെ പുഷപ്പ് മത്സരമാണ്. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. അതിനുശേഷം പിന്നെ പിള്ളേർ യോഗയൊക്കെ ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞു. പിന്നെ അവരുടെ യോഗയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അത് മനോഹരമായിട്ടാണ് അവർ ചെയ്യുന്നത്. അവിടെ ഇപ്പം നമ്മൾ പഠിച്ചതുപോലൊന്നും അല്ല, നമ്മൾ പഠിച്ച കാലഘട്ടമേ അല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ. പിന്നെ പിള്ളേരുടെ ബുദ്ധി തന്നെ മാറിയിരിക്കുന്നു, നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് മാറിയിരിക്കുന്നു. നമ്മളൊക്കെ പഠിച്ചപ്പം ഞാനൊക്കെ എന്ത് ചെയ്തെന്നായിരിക്കും ഇപ്പം ചിരിയാണ് വരുന്നത്. പിള്ളേരൊക്കെ ഹൈലി ഇൻ്റലിജൻ്റ് ആയിരിക്കും. ഹലോ, എന്നാണ് വിശേഷം? ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു സുഖമാണോ? എല്ലാവരും കമന്റ് ചെയ്യാൻ പറയാ. ഓക്കെ, അപ്പം നമ്മൾ ഇവരുമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു കിട്ടാത്ത ഒരു കാലം, തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലം. അപ്പം ഞാനിവിടെ വന്ന് ഇവരുമായിട്ട് ആ കുട്ടിക്കാലം ഒന്നും വീണ്ടും റീമേക്ക് ചെയ്യുവാണ്. കളികളൊക്കെ കഴിഞ്ഞാൽ അവർ കുറച്ചു നേരം പഠിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ പഠിത്തത്തിന് നമ്മൾ ഇരിക്കത്തില്ല, അത് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമുണ്ട്. നമ്മൾ ഉടനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് ഇപ്പം തന്നെയാണ് വീട്ടിലോട്ട് നമ്മളിങ്ങനെ പോകുന്നു. അപ്പം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണമെന്ന്. പക്ഷെ ഒരിക്കലും കിട്ടത്തില്ല. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറച്ച് കാര്യങ്ങളിൽ ഒരു മെയിൻ ഘട്ടമാണ് നമ്മുടെ കുട്ടിക്കാലം. അപ്പം ആലോചിക്കുക, നമുക്കിനി തിരിച്ചു പോക്കുകളില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പം ജീവിക്കുന്ന ജീവിതം അടിച്ചുപൊളിച്ച് ജീവിക്കുക. അപ്പോൾ വേറൊന്നും പറയാനില്ല. ബൈ ബൈ.